What is preference shares or preferred stock? Preference shares are those which carry a preferential right over equity shares, are regards payment of dividends or repayment of capital in the event of winding up. A fixed rate of dividend is paid on preference shares before any dividend is paid on equity shares. Similarly, on winding up, preference capital is repaid before equity capital is repaid. അതായത് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസിനേക്കാളും കൂടുതലായിട്ടൊരു പരിഗണന പ്രിഫറൻസ് ഷെയർസിനായിരിക്കും. അതായത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർസിനുള്ള ഡിവിഡൻറ്റൊക്കെ പേ ചെയ്യുന്നത്. ഈ പ്രിഫറൻസ് ഷെയർസിന് ഇക്വിറ്റി ഷെയർസിനേക്കാളും കൂടുതലായിട്ടൊരു റൈറ്റുകൾ ഒക്കെ ഉണ്ടായിരിക്കും. അതായത് അവർക്കൊരു പ്രത്യേക പ്രിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്. എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർസിന് ഏത് തരത്തിലുള്ള ഡിവിഡൻഡ് പേ ചെയ്യുകയാണെങ്കിലും അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസിൻ്റെ എല്ലാ തരത്തിലുള്ള ഡിവിഡൻറ്റും എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. അതാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഫിക്സഡ്. സെക്കൻഡ് വൺ, ഡിവിഡൻഡ് ഈസ് ടു ബി പെയ്ഡ് ബിഫോർ പേയിങ് ഓൺ ഇക്വിറ്റി ഷെയർസ്. Third one, at the time winding up, capital is repaid in preference to equity shareholders. Fourth one, preference shareholders don't have any voting right except in some special circumstances. Fifth one, non-payment of dividend on preference shares does not create a charge on the assets of the company. ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് തന്നെ പോയിൻ്റാക്കി കൊടുത്തിട്ടുള്ളതാണ് ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് വൺ, കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. സെക്കൻഡ് വൺ, നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. തേർഡ് വൺ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഫോർത്ത് വൺ, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഫിഫ്ത്ത് വൺ, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. സിക്സ്ത് വൺ, കുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ CCP ഷെയർസ്. ഫസ്റ്റ് വൺ, കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ the arrears of dividend if any are carried forward and paid out of the profit of the subsequent years. അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അരിയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തെ വർഷങ്ങളിൽ, അതായത് വരും വർഷങ്ങളിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. In the case of non-cumulative preference shares, that arrears of dividend do not accumulate. This means that if any year company cannot pay the dividend in full due to inadequacy of profit, these shares do not get arrears of dividend out of profit of subsequent years. അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് അരിയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നത്തെ വർഷങ്ങളിൽ, അതായത് വരും വർഷങ്ങളിൽ അത് ആഡ് ചെയ്യുകയൊന്നും ചെയ്യൂല. നേരെ ഓപ്പോസിറ്റ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൽ എന്ത് ചെയ്യും, അത് ആഡ് ചെയ്തിട്ട് വരും വർഷങ്ങളിൽ കൊടുക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അതാത് വർഷങ്ങളിൽ മാത്രം ഡിവിഡൻഡ് പേ ചെയ്യും. ഇപ്പോൾ ഒരു വർഷം പേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യും. പിന്നത്തെ വർഷങ്ങളിൽ പിന്നെ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ്. തേർഡ് വൺ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. In addition to a fixed rate of dividend, these shares have the right to participate in the surplus profit left after paying a reasonable rate of dividend on equity shares. അതായത് ഒരു നിശ്ചിത റേറ്റിലുള്ള ഡിവിഡൻഡാണ് പ്രിഫറൻസ് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിനൊക്കെ പേ ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ സർപ്ലസ് പ്രോഫിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻഡിൻ്റെ ചെറിയൊരു പോർഷനിൽ എന്തായിരിക്കും, ഇവർക്ക് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് എന്തായിരിക്കും, ചെറിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്.
ഫോർത്ത് വൺ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അതായത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് നേരെ ഓപ്പോസിറ്റാണ്. ദീസ് ഷെയർസ് ഗെറ്റ് ഓൺലി എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ദീസ് ഡു നോട്ട് ഗെറ്റ് ഷെയർസ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്. അതായത് അവർക്ക് ഫിക്സ്ഡ് റേറ്റുള്ള ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. അവർക്ക് പ്രത്യേകമായിട്ട് പരിഗണനയൊന്നും ഉണ്ടാവില്ല. സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേഷനൊന്നും ഉണ്ടാവില്ല. ഫിഫ്ത്ത് വൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. These shares are given the right of conversion into equity shares within a specified period or at a specified date according to the terms of issue. ഇങ്ങനത്തെ കേസിൽ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ചില സമയങ്ങൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യും. എന്തിലേക്ക് അറിയോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക്. അതായത് അത് ഈ ഷെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ പറയുന്നതാണ്, ഇത്ര പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിനുള്ളിൽ അവരെ ഇക്വിറ്റി ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അത്തരത്തിലുള്ളതാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് വൺ പറയുന്നത് കുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെയും കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെയും കോമ്പിനേഷനാണ് CCP shares. A new financial instrument known as CCP shares was introduced in 1985. അതായത് CCP shares ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1985 These shares are convertible into equity shares between 3 to 5 years. അതായത് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. എക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് 3 to 5 ഇയേഴ്സിനുള്ളിൽ കൺവേർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. The shareholders are entitled to receive arrears of dividend if any even after conversion. അത് നമുക്കറിയാം, കുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെയും കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന്. അതായത് അരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ പേ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഇവിടെ കൺവേർട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഡിവിഡൻഡ് പേ ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് CCP ഷെയർസ് എന്ന് പറയുന്നത്. ദീസ് ഷെയർസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്. അതായത് സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ തന്നെ കൺവേർട്ട് ചെയ്യണം. ഓൺലി പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇഷ്യൂ CCP ഷെയർസ്. പബ്ലിക് കമ്പനി ലിമിറ്റഡ് ആണ് ഈ CCP ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് പറയാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഓണർഷിപ്പ് സെക്യൂരിറ്റി. അതിൽ പ്രിഫറൻസ് ഷെയർസ് വരുന്നത് ഇറ്റ് ഈസ് ആൻ ഹൈബ്രിഡ് സെക്യൂരിറ്റി. സെക്കൻഡ് വൺ, ഡിവിഡൻഡ് റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. ഡിവിഡൻഡ് റേറ്റ് ഈസ് ഫിക്സഡ്. അതായത് പ്രിഫറൻസ് ഷെയർസിൽ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആണ്. നേരെ ഓപ്പോസിറ്റായിട്ട് ഇക്വിറ്റി ഷെയർസിൽ ഫിക്സഡ് അല്ല. തേർഡ് വൺ, ഇക്വിറ്റി ഷെയർസിൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ്. സെക്കൻഡിൽ പ്രിഫറൻസ് ഷെയർസിൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ പേയിങ് സെക്യൂരിറ്റി ഡിവിഡൻഡ്. ഫോർത്ത് വൺ, ദീസ് ഷെയർസ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇക്വിറ്റി ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. ദീസ് ഷെയർസ് ഡോണ്ട് ജനറലി ഹാവ് വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ്, നോമിനൽ വാല്യൂ ഈസ് ലോവർ. പ്രിഫറൻസ് ഷെയർസിൽ നോമിനൽ വാല്യൂ ഈസ് ഹയർ. നെക്സ്റ്റ്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ആർ ലോവർ. നെക്സ്റ്റ്, പ്രിഫറൻസ് ഷെയർസിൽ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ആർ ഹയർ. ഇത്രയാണ് ഡിഫറൻസസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പോയിന്റ് തന്നെ ഷോർട്ട് പോയിന്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് നോക്കാം. അതിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ്, അഡ്വാൻറ്റേജസ് ടു കമ്പനി ഉണ്ട്. സെക്കൻഡ്, അഡ്വാൻറ്റേജസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് പേയബിൾ ഓൺലി ഇഫ് ദർ ആർ പ്രോഫിറ്റ്സ്. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് അത് പ്രോഫിറ്റിൽ നിന്നാണ് പേ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ്സ് ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റലാണ്.
അതായത് ഒരു ക്യാപിറ്റൽ സോഴ്സാണ്, അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. തേർഡ് വൺ, പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി ചാർജ് ഓൺ അസെറ്റ്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളെ അസറ്റിലൊന്നും ചാർജ് ചെയ്യാതെയാണ്. ഫോർത്ത് വൺ, ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് ലോവർ ദാൻ ദ ഇക്വിറ്റി ഷെയർസ്. ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് ഇക്വിറ്റി ഷെയർസിനേക്കാളും ലോവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് കാറ്റഗറിയാണ്, അഡ്വാൻറ്റേജസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ ഇറ്റ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനേക്കാളും മുന്നേ പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് പേ ചെയ്യും. സെക്കൻഡ് വൺ, ദ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സ്ഡ് ഇൻകം. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും? ഒരു ഫിക്സ്ഡ് ഇൻകം എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. തേർഡ് വൺ, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ ഈസ് റിട്ടേൺഡ് ബിഫോർ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ്. ദ റിസ്ക് ഈസ് മിനിമം. പ്രിഫറൻസ് ഷെയർസിനായിരിക്കും ആദ്യം പ്രിഫറൻസ്. ഞാൻ ആദ്യം പ്രിഫറൻസ് ഷെയർസിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർസിന് പേ ചെയ്യുന്നതിനേക്കാളും മുൻപ് തന്നെ ക്യാപിറ്റലും എന്ത് ചെയ്യും? പ്രിഫറൻസ് ഷെയർസിന് റീപേ ചെയ്യും. ഇത്രയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. അതിൽ 2 കാറ്റഗറി ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് ടു ദ കമ്പനി ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ടു ദ കമ്പനി എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിനേക്കാളും കൂടുതലായിട്ടുള്ള ക്യാപിറ്റലായിരിക്കും പ്രിഫറൻസ് ഷെയർസിന് ഉണ്ടാവുക. സെക്കൻഡ്, ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഈസ് നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ. തേർഡ് വൺ, ദേ ആർ ടു ബി റിഡീംഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 20 years. 20 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്യണം. ഫോർത്ത് വൺ, ദർ ഈസ് റിസ്ക് നോ ഡിവിഡൻഡ് ഇൻ കേസ് ഓഫ് ലോസസ് ഓർ ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ്സ്. ഇത്രയാണ് കമ്പനിക്കുള്ള ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ് എക്സെപ്റ്റ് ഇൻ മാറ്റേഴ്സ് ഡയറക്റ്റ്ലി അഫക്റ്റിംഗ് ഇൻട്രസ്റ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. തേർഡ് വൺ, ഷെയർ ഹോൾഡേഴ്സ് ഡോണ്ട് ഗെറ്റ് എനി ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓൺ ദ വാല്യൂ ദെയർ ഷെയർസ്. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് വരുന്നത്.